നിലമ്പൂർ എം.എൽ.എ. PV അൻവർ രാജിവെച്ചു. പോരാട്ടം പിണറായിസത്തിനെതിരെയെന്നും പിണറായി സർക്കാരിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്നും PV അൻവർ P. ശശി പറഞ്ഞിട്ടാണ് VD സതീഷിനെതിരായ 150 കോടിയുടെ ആരോപണം താൻ ഉന്നയിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. VD സതീഷിനോട് താൻ മാപ്പ് ചോദിക്കുന്നു. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും UDF-ന് നിരുപാധിക പിന്തുണ എന്നും അൻവർ വ്യക്തമാക്കി. നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസത്തിൻ്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഇലക്ഷനിലായിരിക്കും. ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് UDF-ന് മുമ്പിൽ വെക്കുകയാണ്. എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ്? നിലമ്പൂരിൽ തന്നെയുള്ള DCC പ്രസിഡന്റ് ശ്രീ VS ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ്, ഇപ്പുറത്ത് പന്നിയാണ്, അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ്, ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിംഹമാണ്. പലപ്പോഴും ജോയ് എന്നോട് പറഞ്ഞു, അൻവർക്ക നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ, നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ, ജീവിക്കാൻ വയ്യട്ടോ, കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര്? ഈ പറയുന്ന DCC പ്രസിഡന്റ് ജോയ്. ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിൻ്റെ പിന്നിൽ അന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.